ഇനി സ്ത്രീകൾ ജമാഅത്തായി നിസ്കരിക്കുന്ന മസല. വയുക്റഹു ലിന്നിസാഇ അൻ യുസല്ലീന വഹദഹുന്ന ജമാഅത്തൻ. യുക്റഹു കറാഹത്താക്കപ്പെടും. ലിന്നിസായി സ്ത്രീകൾക്ക് കറാഹത്താക്കപ്പെടും. എന്ത് കറാഹത്താ? തഹരീമിന്റെ കറാഹത്ത് എന്ന് ലുബാബിൽ നക്കൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തഹരീമിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഹറാമിന് തുല്യമാണല്ലോ. അത് ഹറാമ് തഹരീമിന്റെ കറാഹത്ത് എന്നുള്ള വ്യത്യാസം അള്ളാന്റെ അടുക്കലുള്ള കുറ്റത്തിലല്ല, അത് പിന്നെ ഉസൂലിലെ ഒരു വ്യത്യാസമാണ്. അതിന്റെ തെളിവ്, രണ്ടിന്റെയും തെളിവുകളെ നോക്കിയിട്ടുള്ളൊരു വ്യത്യാസം. അവ രണ്ടും കുറ്റകരാണ് ശരിക്കും, ഹറാം തന്നെ. അപ്പൊ പെണ്ണുങ്ങൾക്ക് അവരൊറ്റയ്ക്ക് ജമാഅത്തായി നിസ്കരിക്കല് തഹരീമിന്റെ കറാഹത്താണെന്നാ. അവര് മാത്രം ജമാഅത്തായി നിസ്കരിക്കുക എന്നാണ്. അപ്പൊ ആണുങ്ങളെ കൂടെ ജമാഅത്തിന് പോരല്ലോ, അത് ശേഷം വരുന്നുണ്ട്. അതും പാടില്ല എന്നുള്ളത് വരുന്നുണ്ട്. ഇത് അവര് തന്നെ, പെണ്ണുങ്ങൾ മാത്രം. ഒരു പെണ്ണ് ഇമാമ് നിന്ന് ബാക്കി പെണ്ണുങ്ങൾ തുറന്ന് നിസ്കരിക്കല് തഹരീമിന്റെ കറാഹത്താണ്. ഏത് നിസ്കാരത്തിലാ? അതാ, എല്ലാ നിസ്കാരത്തിലും. ജൗഹറത്തുന്നയ്യിറയില് സവാഉം ഫീ ദാലിക്കൽ ഫറായിലു വന്നവാഫിലു വത്തറാവീഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫർള് നിസ്കാരവും സുന്നത്ത് നിസ്കാരവും തറാവീഹ് നിസ്കാരവും അങ്ങനെ തന്നെ. നവാഫിൽ എന്ന് പറഞ്ഞാൽ തറാവീഹ് പെട്ട്. എന്നാല് തറാവീഹ് എന്താണ്, പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ആവേശമുള്ളതാണല്ലോ ജമാഅത്തായി നിസ്കരിക്കാൻ. പല നാടുകളിലും പെണ്ണുങ്ങൾ ജമാഅത്തായി നിസ്കരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും അത് എടുത്തു പറഞ്ഞത്. അപ്പൊ പെണ്ണുങ്ങൾ മാത്രം കൂടിയിട്ട് ജമാഅത്തായിട്ട് തറാവീഹ് നിസ്കരിക്കല, അതും കുറ്റകരാണ്. ഇനി ഫൈൻ ഫഅൽന ദാലിക. അപ്പൊ തഹരീമിന്റെ കറാഹത്താണെങ്കിൽ നിസ്കാരം സഹിയാവുമല്ലോ, നിസ്കാരം സഹിയാവും. അപ്പൊ സഹിയാവുമ്പോ ഈ തഹരീമിന്റെ കറാഹത്ത് ചെയ്തുകൊണ്ട് കുറച്ചാൾക്കാരങ്ങനെ നിസ്കരിച്ചാൽ എന്താ വേണ്ടിയത്? ഇമാമത്ത് എവിടെ നിൽക്കേണ്ടത്? വഖഫത്തിൽ ഇമാമത്ത്. ഫൈൻ ഫഅൽന, സ്ത്രീകൾ ചെയ്താൽ ദാലിക, അവര് മാത്രം ജമാഅത്തായി നിസ്കരിച്ചാൽ വഖഫത്തിൽ ഇമാമത്തു വസ്തഹുന്ന, അവരുടെ ഇമാമത്തായ സ്ത്രീ അവരുടെ മധ്യത്തിലാണ് നിൽക്കേണ്ടത്. അപ്പോ ബാങ്കുക്കാമത്തൊന്നും കൊടുക്കാണ്ട് അങ്ങനെ മധ്യത്തിൽ നിൽക്കുക. വസ്തഹുന്ന, മധ്യത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാല് ഒരല്പം എന്ത് ചെയ്യുക, മുന്നോട്ട്, അതായത് ആ സഫിൽ തന്നെ നിൽക്കുക എന്നല്ല. സാധാരണ ആണിന്റെ ഇമാമ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കയറി 3 മുഴം മുന്നോട്ട് കയറിയിട്ടാണല്ലോ നിൽക്കുക. അങ്ങനെ കയറി നിൽക്കാതെ ആ സഫിൽ തന്നെ കാലുകൊണ്ടൊരല്പം മുമ്പോട്ട് മുന്തിയിട്ട് നിൽക്കുക, ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെ നിന്നില്ലെങ്കിലോ? അങ്ങനെ നിൽക്കാതെ മധ്യത്തിൽ തന്നെ നിന്നില്ലെങ്കിൽ ഫൈൻ ഫഅൽന ദാലിക വഖഫത്തിൽ മർഅത്തുൽ ഇമാമു വസ്തഹുന്ന ഫലൗ തഖദ്ദമത്ത് സഹത്ത് വാസിമത്ത് ഇസ്മൻ ആഖർ. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ആണുങ്ങളെ ജമാഅത്തിലെ ഇമാമ് നിൽക്കും പോലെ ഈ പെണ്ണുങ്ങളെ ഇമാമ് മുന്നോട്ട് 3 മുഴം കയറി നിന്നാൽ, 3 മുഴന്നില്ല, ആ സഫിലായിട്ട് നിൽക്കുന്ന പോലെ തോന്നാതെ കുറച്ചധികം മുന്നോട്ട് കയറി നിന്നാല്, മുന്തി നിന്നാല് അസിമത്ത് ഇസ്മൻ ആഖർ, മറ്റൊരു കുറ്റം കൂടിയാണ്. അപ്പൊ അത് വേറൊരു തഹരീമിന്റെ കറാഹത്താണെന്ന് അർത്ഥം. അപ്പൊ ഇവര് നിസ്കരിക്കാൻ വേണ്ടി അല്ല അത് പറഞ്ഞത്, പിന്നെ അവിടെ വേറൊരു കുറ്റം കൂടി വരും, 2 തഹരീമിന്റെ കറാഹത്ത് വരും എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാ. അല്ല, ഈ നടുവിൽ നിന്നാല് ജമാഅത്ത് കറാഹത്താണ് എന്നുള്ളതേ വരുള്ളൂ. നൃത്തത്തിന്റെ പേരില് ഈ കറാഹത്ത് വരൂല എന്നർത്ഥം. ഇനി അത് കഴിഞ്ഞിട്ട് 2 ആൾക്കാർ മാത്രം ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴോ, അതാ വമൻ സല്ല മഅ വാഹിദിൻ, മറ്റൊരാൾ മാത്രം കൂടിയിട്ട് ജമാഅത്തായി നിസ്കരിച്ചാൽ അഖാമഹു, ആ ഒരാളിനെ നിർത്തണം, അൻ യമീനിഹി, ഈ മൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളിമാമാണ്,
വാഹിദിൻ എന്ന് പറഞ്ഞാൽ വാഹിദ് മൗമൂമാണ്. അപ്പോൾ അഖാമഹു ആ ഇമാമ് ഈ വാഹിദിനെ നിർത്തണം. മൻ യമീനിഹി, ആ മൻ എന്ന് പറഞ്ഞാൽ ഇമാമിൻ്റെ വലതുഭാഗത്ത് നിർത്തണം. ഫഹിങ്കാനമായ ഇസ്നൈനി, അപ്പോൾ ഒരാൾ രണ്ടാളുടെ കൂടെ നിസ്കരിച്ചാലോ, രണ്ട് മൗമൂമിങ്ങളുണ്ട്. തഖദ്ദമ, ഈ ഇമാമ് മുന്തി നിൽക്കണം. അലൈഹിമ, അവർ രണ്ടാളിനേക്കാൾ മുന്നോട്ട് നിൽക്കണം എന്നാണ്. പിന്നെ അപ്പോൾ ഈ വലതുഭാഗത്ത് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നേരെ നിൽക്കണമെന്നോ അത് എന്താ ഒരല്പം മുന്നോട്ട്. ഷാഫി മദ്ഹബിൽ അങ്ങനെയാണല്ലോ, മടമ്പ് കൊണ്ട് ഇമാമ മുന്തി നിൽക്കണം, മഅ്മൂമ് പിന്തി നിൽക്കണം എന്നല്ലേ. അങ്ങനെ അല്ലാന്നാ, നേർക്ക് നേരെ രണ്ടുപേരും കൂടി ഒറ്റ സഫായിട്ട് നിൽക്കുക എന്നാണ്. അതവിടെ ഒരു ഖിലാഫുണ്ട്, അതിന് മനസ്സിലാവും. അതാണ് അങ്ങനെ അതിൻ്റെ അർത്ഥം അതാണ്. അതായത് അവിടെ ലുബാബിൽ പറയുന്നു, വാൻ മുഹമ്മദിൻ യലഉ അസാബിഅഹു ഇൻദ അഖിബിൽ ഇമാമി, ഇമാമിൻ്റെ മടമ്പുകാലിൻ്റെ ഭാഗത്ത് മഅ്മൂമിൻ്റെ വിരൽ വെക്കണം എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ലേശം പിന്തിക്കണം എന്നല്ലേ, ഇമാം അല്പം മുന്നോട്ട് നിൽക്കണം. അതില്ലാതിരിക്കണം എന്ന് ആദ്യം പറഞ്ഞതിൻ്റെ അന്യമീനിഹി എന്നുള്ളതിൻ്റെ അർത്ഥം. അവർ രണ്ടാളും ഒരു സഫ് പോലെ നിൽക്കണം. ഇത് എന്താണ്, വാൻ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് വല്ലവ്വൽ ഹുവല്ലാഹിറു എന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ ഇമാമിനേക്കാൾ മുമ്പായി പോകില്ലേ സുജൂദ്. ഇമാം ലേശം നീളം കുറഞ്ഞ ആളോ മഅ്മൂം അല്പം നീളമുള്ള ആളുമാണെങ്കിൽ സുജൂദ് ചെയ്യുമ്പോൾ എന്ത് വരും, മഅ്മൂം ഇമാമിനേക്കാൾ മുന്നിൽ സുജൂദ് ചെയ്യൽ ആയിപ്പോവും. അങ്ങനെയായാലോ അത് കുഴപ്പമില്ല. വൈങ്കാന വഖൂഫുഹു മുസാവിയൻ, ആ മഅ്മൂം ഇമാമിനോട് എന്താണ് സമമായി നിന്നു. മുസാവിയൻ ലിൽ ഇമാമി വബി സുജൂദിഹി, ആ മഅ്മൂമിൻ്റെ സുജൂദ് കൊണ്ട് യതഖദ്ദമു അലൈഹി, ഇമാമിനേക്കാൾ മുന്തുകയും ചെയ്യും. ഇങ്ങനെയായാൽ ലാ യളുറു, അത് കുഴപ്പമില്ല. കാരണം എന്താ, ലിഅന്നൽ ഇബ്റത ബി മൗളിഇൽ ഖിയാമി, പരിഗണന നിൽക്കുന്ന സ്ഥലം കൊണ്ടാണ് എന്നാ. അപ്പോൾ മുസാവിയായി നിൽക്കാൻ പാടുള്ളൂ, മുന്തി നിൽക്കാൻ പാടില്ല. മഅ്മൂം ഇമാമിനേക്കാൾ മുന്നോട്ടാകാൻ പാടില്ല, നേർക്ക് നേരെ ആകാം. ഇമാം മുഹമ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞ അനുസരിച്ച് ഒരല്പം പിന്നോട്ട് നിൽക്കുക എന്നാണ്. ഇനി വൈങ്കാനമായ ഇസ്നൈനി, രണ്ടാളുണ്ടെങ്കിൽ തഖദ്ദമ അലൈഹിമ. ഇനി ആണുങ്ങൾക്ക് തുടരാൻ പറ്റാത്ത ചില രൂപ പറയുന്നത്, വലാ യജൂസു ലിർരിജാലി അൻ യഖ്തദൂ ബിംറഅത്തിൻ ഔ സബിയ്യിൻ ഫഇൻ ഫഅലൂ ദാലിക ബത്തലത്ത്. ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക് ജായിസല്ല അൻ യഖ്തദൂ, അവർ തുടർന്ന് നിസ്കരിക്കുക, ബിംറഅത്തിൻ, പെണ്ണിനെ തുടർന്ന് നിസ്കരിക്കുക എന്ന പോലെ തന്നെയാണ് ഹുൻസനെ തുടർന്ന് നിസ്കരിക്കലും. ഔ സബിയ്യൻ, അല്ലെങ്കിൽ കുട്ടികളെ, പ്രായപൂർത്തിയാകാത്തവരെ തുടർന്ന് നിസ്കരിക്കുക. അത് ഏത് നിസ്കാരമാണെങ്കിലും, ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും. പിന്നെ ഫൈൻ ഫഅലു ദാലിക, അപ്പം അങ്ങനെ പെണ്ണിനെയോ സബിയ്യനെയോ ഹുൻസയെയോ ഒക്കെ തുടർന്ന് നിസ്കരിച്ചാൽ ബത്തലത്ത്, സ്വലാത്തുഹും, അവരുടെ നിസ്കാരം ബാത്തിലാണ്. ഈ തുടർന്ന് നിസ്കരിക്കുന്നവരുടെ നിസ്കാരം ബാത്തിലാണ്. അപ്പോൾ ചിലർ ഈ റമദാനിൽ പെണ്ണുങ്ങൾ ഇഖ്ലാസ് കൂടിയിട്ട് എന്താക്കും, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഇമാമായി നിർത്തിയിട്ട് നിസ്കരിക്കും അല്ലേ. അപ്പോൾ അതിപ്പോൾ ശരിയില്ലല്ലോ, കുട്ടിയെ ഇമാമാക്കാൻ പറ്റൂല, സുന്നത്ത് നിസ്കാരത്തിൽ ഇമാമാക്കാൻ പറ്റൂല. അങ്ങനെ ഇമാമാക്കിയാൽ നിസ്കാരം സഹിയാകുക തന്നെ ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ കറാത്ത് ഒരു നിസ്കാരം സഹിയാവും, അങ്ങനെയല്ലേ, നിസ്കാരം തന്നെ ശരിയാവില്ല. ബത്തലത്ത് സലാത്തുഹും എന്നാ. പിന്നെ ഇനി വയസുഫുർ റിജാലു സുമ്മ സിബിയാനു, വയസുഫുർ റിജാലു അല്ല യസുഫു അർരിജാല സുമ്മ സിബിയാന സുമ്മൽ ഖനാസി സുമ്മൻ നിസാ, ഇങ്ങനെയാണ് സഫ് കെട്ടുന്ന തർത്തീബ്. സഫ യസുഫു എന്നിങ്ങനെ പുരുഷന്മാർ സഫായി നിൽക്കണം അങ്ങനെ. അല്ലെങ്കിൽ മുത്തഅദ്ദിയായിട്ടും സഫ യസുഫു എന്നുള്ള മുത്തഅദ്ദിയായിട്ടുണ്ട്. അപ്പോൾ ഇമാമ് സഫാക്കി നിർത്തണം
അരിജാല പുരുഷന്മാരെ. ആദ്യം പുരുഷന്മാരെ നിർത്തണം. പിന്നെ അത് കഴിഞ്ഞിട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളെ നിർത്തണം. പിന്നെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റക്കൊരു സഫിൽ നിൽക്കരുത് എന്നാ. അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരു കുട്ടി മാത്രമാണെങ്കിലോ, ഒരു കുട്ടി മാത്രമാണെങ്കിൽ ആണുങ്ങളെ കൂടെ നിൽക്കാം. പിന്നെ സുമ്മൽ ഹനാസി, പിന്നെ ഹുൻസകൾ. ഹുൻസ നിൽക്കണം എന്ന് പറയുമ്പോൾ അത് ഒറ്റക്കാണെങ്കിലും, കാരണം അത് ആണുങ്ങളെ ജിൻസിൽ പെട്ടതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആണുങ്ങളെ സഫിൽ കയറി നിൽക്കരുത്. സുമ്മൻ നിസ, പിന്നെ സ്ത്രീകള്. അപ്പൊ ഒരു സ്ത്രീ ഉള്ളെങ്കിലോ ഒറ്റയ്ക്ക് തന്നെ നിൽക്കേണ്ടത്. അത് മെഹറമാണെങ്കിലോ അല്ലെങ്കിലും എല്ലാം കണക്കാ. അങ്ങനെ വേണ്ടത്. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ ആദ്യം ഇങ്ങനെ സഫ് കെട്ടിയിട്ട് എന്താണ് കുട്ടികൾ രണ്ടാമത്തെ സഫിൽ നിന്ന് നിൽക്കുക. പിന്നെ ആണുങ്ങൾ വന്നാലോ, പുരുഷന്മാര് പ്രായപൂർത്തിയായി വന്നാല് ഈ കുട്ടികൾ പിന്നോട്ട് മാറിക്കൊടുക്കണം എന്നാ. നിസ്കാരത്തിൽ നിന്ന് തന്നെ പിന്നോട്ട് മാറിക്കൊടുക്കണം. പ്രായപൂർത്തിയായവര് എന്ത് ചെയ്യുക, അവരുടെ സ്ഥാനത്ത് വന്നിട്ട് രണ്ടാം സഫായിട്ട് നിന്ന് അങ്ങനെ പോവുക എന്നുള്ളതാണ്. പിന്നെ അപ്പൊ അതാണ് ചില പള്ളികളിലൊക്കെ കുട്ടികളെ ബാക്കിൽ സഫ് കെട്ടിക്കുന്നത്. അങ്ങനെ ബാക്കിൽ സഫ് കെട്ടിക്കല്ല വേണ്ടത്. സഫ് എന്ത് ചെയ്യുക, പൂർത്തിയാക്കി പോവുക. എന്നിട്ട് പിന്നീട് ആണുങ്ങൾ വരുമ്പോൾ, പൂർത്തിയായ റിജാല് വരുമ്പോൾ കുട്ടികൾ പിന്നോട്ട് ഇറങ്ങി നിൽക്കുക എന്നുള്ളതാ. അങ്ങനെ വേണ്ടിയത്. പിന്നെ അത് എല്ലാ സ്ഥലത്തും സഫ് ഇങ്ങനെ തന്നെയാണ്. വീട്ടില് പാപ്പയും മക്കളെല്ലാം കൂടി ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ പെൺകുട്ടികളും ഉണ്ട്, അല്ലെങ്കിൽ ഭാര്യ ഉണ്ട്, അല്ലെങ്കിൽ സഹോദരിമാരുണ്ട്, ഉമ്മ ഉണ്ട്. അപ്പൊ പെണ്ണുങ്ങൾ ബാക്കിൽ തന്നെ നിൽക്കേണ്ടത്. അല്ല ഇങ്ങനെ സഫ് കെട്ടണമെന്ന് പറയുമ്പോൾ അപ്പം ഇനി എല്ലാവരും പള്ളിയിൽ പെണ്ണുങ്ങളെല്ലാം കൂടി പള്ളി വരണമെന്ന് അതിനർത്ഥമൊന്നുമില്ല. പെണ്ണുങ്ങൾ സഫിൽ വരാവുന്ന സ്ഥലത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കണ്ട, അത്രേ അതിനർത്ഥമുള്ളൂ. പിന്നെ ഇമാമ് എന്ത് ചെയ്യാ, സഫ് അടുത്ത് നിൽക്കാന് ചൊവ്വാക്കാന് ഒക്കെ കൽപ്പിക്കൽ സുന്നത്തുണ്ട് എന്ന്. എംബഗീലിൽ ഇമാമിയ യൗമറഹും ബിയൻ യതറാസ്സു വയസുദ്ദുൽ ഖലല വയുസവ്വു മനാക്കിബഹും വയഖിഫു വസ്താ എന്നിങ്ങനെ ഇമാമ് കൽപ്പിക്കേണ്ടതാണ് എന്ന് ലുബാബിൽ പറഞ്ഞു. അപ്പം എന്താണ്, സവ്വു സുഹൂബക്കും വസദ്ദുൽ ഖലല വതറാസ്സു എന്നൊക്കെ ഇങ്ങനെ അറബിയിലോ അല്ലെ മലയാളത്തിലോ ഒക്കെ പറയണം. പിന്നെ ഇനി അപ്പോ സുമ്മൻ നിസ. ഇനി അത് കഴിഞ്ഞിട്ട് ഫൈൻ കാമത്ത് ഇമ്രാത്തുൻ ഇലാ ജംബി റജുലിൻ. അപ്പോൾ പെണ്ണ് പിന്നിലാ നിൽക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പെണ്ണ് ആണ് നിൽക്കുന്ന സഫിൽ തന്നെ നിന്നു. ഇലാ ജംബി റജുലിൻ, ഒരാണിൻ്റെ വശത്തായിട്ട് പിന്നെ പെണ്ണ് നിന്നാൽ വഹുമാ മുഷ്തരിക്കാനിഫി സലാത്തിൻ വാഹിദത്തിന്, അവർ രണ്ടാളും ഒരു നിസ്കാരത്തിൽ കൂറുമാണ് എന്ന് പറഞ്ഞാൽ രണ്ടാളും ഒരു നിസ്കാരം തന്നെ നിസ്കരിക്കുന്നത്. എന്നാൽ ഫസദത്തു സലാത്തുഹു, ഇവന്റെ നിസ്കാരം ബാത്തിലാണ്, ഈ ആണിന്റെ നിസ്കാരം ബാത്തിലാണ്. ലാ സലാത്തുഹ, അവളുടെ നിസ്കാരം ബാത്തിലല്ല, സഹീഹാണ് എന്നാ. അപ്പോൾ ഒപ്പം നിൽക്കുന്ന അത്രയും ഗൗരവ. പക്ഷെ ഈ നിസ്കാരം ബാത്തിലാകുക എന്ന് പറഞ്ഞത് എപ്പോഴാണ്, ഈ ഒപ്പം നിന്ന പെണ്ണ്, അതായത് രണ്ടാൾക്കാരാണല്ലോ ആണും പെണ്ണും ഉള്ളത്. അപ്പോൾ പെണ്ണ് എന്ത് ചെയ്തു, ഈ ആണിന്റെ ഒരു വശത്ത് നിന്നു. അപ്പോൾ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ രണ്ടാൾക്കാർ നിസ്കരിക്കുമ്പോൾ ഒപ്പത്തിനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞ രൂപം വരും. അപ്പോൾ ഈ ആണ് പെണ്ണിനെ ഇമാമാക്കി നിസ്കരിക്കാൻ കരുതുകയും ചെയ്താലാണ് നിസ്കാരം ബാത്തിലാകുക എന്ന് പറഞ്ഞാൽ. കാരണം പെണ്ണ് അല്ലെങ്കിൽ കുട്ടിയൊക്കെ ഇമാമായാലും നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞാൽ ആ മസലേന്റെ ഒരു ഫറയായത്. അപ്പൊ ഇവൻ എന്താണ്, അവളെ ഇമാമാക്കാൻ കരുതിയാൽ നിസ്കാരം ബാത്തിലാവും, ഇവളുടെ നിസ്കാരം ബാത്തിലാകുകയില്ല. പിന്നെ എന്നാ ഇവളുടെ നിസ്കാരം ബാത്തിലാകുന്ന ഒരു രൂപമുണ്ട്. പിന്നെ ഈ രൂപത്തില് അങ്ങനെ കരുതിയില്ലെങ്കിൽ ഇവളെ നിസ്കാരം ബാത്തിലാകും. അങ്ങനെ ഇനി സ്ത്രീകള് എന്താണ്,
ജമാഅത്തിന്, അതായത് പള്ളികളിലും മറ്റും നടക്കുന്ന ആണുങ്ങളുടെ ജമാഅത്തുണ്ടല്ലോ, ആ ജമാഅത്തിന് വരുന്നതിൻ്റെ മസല ഞാൻ പറയുന്നത്. അഥവാ യുക്റഹുലിൻ നിസാഇ ഹുദൂറുൽ ജമാഅത്തി, പെണ്ണുങ്ങൾക്ക് കറാഹത്താണ് ജമാഅത്തിന് വരല്. പിന്നെ ജമാഅത്തിന് വരല് എന്ന് പറഞ്ഞാല് ഏത് ജമാഅത്ത്? അതായത് ആണുങ്ങളുടെ കൂടെയുള്ള ആ ജമാഅത്ത്, അതിന് വരല് കറാഹത്താണ് എന്നാ. പിന്നെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ കറാഹത്ത് തഹരീമാണ്. അങ്ങനെ പിന്നെ അപ്പൊ ആ സ്ത്രീകൾ ലിന്നിസായി എന്ന് പറഞ്ഞിട്ട് ഇനി അജൂസിന്റെ മസല ശേഷം പറയുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സ്ത്രീകളെ കൊണ്ട് ഉദ്ദേശം ഷവാബാണ്, യുവതികൾ. അവരാണ് ഈ പറഞ്ഞത്. അവർക്ക് കറാഹത്ത് എന്ന് പറയാൻ കാരണം ലിമാഫിഹി മിൻ ഹൗഫിൽ ഫിത്തിനെത്തിന്ന, ഹൗഫുൽ ഫിത്തിന ഉള്ളത് കൊണ്ട് കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഹറാം എന്നുള്ള അർത്ഥത്തിനാണല്ലോ, തഹരീമിന്റെ കറാഹത്തല്ലേ. അതതിനി പറഞ്ഞ വലാബസബി അന്ത ഖുറജൽ അജൂസു, അണ്ട് അജൂസ് പ്രായമുള്ള സ്ത്രീകള്, അതായത് അജൂസ് എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ട് കണ്ടാൽ ആഗ്രഹിക്കാത്ത പ്രായത്തിലെത്തിയവൾ. ഷാബ് എന്ന് പറഞ്ഞാല്, ഷാബത്ത് എന്ന് പറഞ്ഞാല് പ്രായം കൊണ്ട് നോക്കുമ്പോൾ കണ്ടാൽ ആഗ്രഹിക്കുന്നവൾ എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ അജൂസ് എന്താണ് പുറപ്പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ലാബഹസ എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കല നല്ലത് എന്നാ. ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണെന്നുണ്ടെങ്കിലും ഒഴിവാക്കൽ നല്ലത് എന്നാണ് അവരുടെ ഇസ്തിലാഹ് അനുസരിച്ച് അർത്ഥം. അപ്പം എന്താവും? ജ്യൂസ് പോകാതിരിക്കല നല്ലതെന്ന് വരും. ജ്യൂസ് എപ്പോൾ പോകുക എന്നാ കുഴപ്പമില്ലാത്ത ഫിൽ ഫജിരി വൽ മഗ്രിബി വൽ ഇശായി, സുബൈക്കും മഗ്രിബിനും ഇശായിനും പോകാതിരിക്കുക, പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്താ അബി ഹനീഫത്ത് റഹിമഹുല്ലാ, ഇമാം അബി ഹനീഫ റഹിമഹുല്ലാ പറഞ്ഞാൽ അങ്ങനെ. എന്നാൽ വഖാല സാഹിബാനി പറഞ്ഞു യജൂസു ഖുറൂജുൽ അജൂസി ഫിസ് സ്വലവാത്തി കുല്ലിഹ, അജൂസിന് എല്ലാ നിസ്കാരത്തിലും പോകാം. പിന്നെ അപ്പോൾ ഫജ്റും മഗ്രിബും ഇശാവും മാത്രമല്ല, ളുഹറിനും അസറിനും എന്താണ് പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ട് എന്നാണല്ലോ അബൂ ഹനീഫ പറഞ്ഞത്. ഈ പറഞ്ഞ 3 പോകുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മറ്റു 2 പോകുന്നതിന് കുഴപ്പമുണ്ട് എന്നാ. അപ്പോ പിന്നെ അതിനും കുഴപ്പമില്ല എന്ന യജൂസു ഖുറൂജുൻ നിസായി ഫിസ്സലവാത്തി കുല്ലിഹ. യജൂസു എന്ന് പറയുമ്പോഴും എന്താണ് ചെയ്യാതിരിക്കൽ നല്ലത് തന്നെ. പിന്നെ അങ്ങനെയാണ്. പക്ഷെ അതൊക്കെ പഴയ കാലത്തായിരുന്നു എന്നാ. ജൗഹറത്തുൻ നയ്യിറയിൽ പറയുന്നുണ്ട് വൽ ഫത്വൽ യൗം, ഇന്ന് ഫത്വ അലൽ കറാഹത്തി, കറാഹത്തിന്റെ മേലാണ്. പെണ്ണ് പുറപ്പെടൽ കറാഹത്താണ്. ഫിസ്സലവാത്തി കുല്ലിഹ, എല്ലാ നിസ്കാരത്തിനും പോകൽ കറാഹത്താണ്. അപ്പൊ ഹനഫി മദ്ഹബിൽ മുഅ്തമദ് അങ്ങനെ ആയിട്ടുണ്ട്. അതിൽ ളുഹൂരിൽ ഫിസ്ഖ് ഫി ഹാദ സമാനി, ഈ കാലഘട്ടത്തിൽ ഫിസ്ക് ലാഹിറായി. അപ്പൊ ഹൗഫുൽ ഫിത്തിന ഉള്ളൊരു കാലത്താണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. ഹൗഫ് മാത്രം ഉണ്ടാവുമ്പോ. എന്നാലോ ഫിത്തിന ഉറപ്പായി. ളുഹൂരിൽ ഫിസ്ഖി എന്ന് പറഞ്ഞാൽ ഫാസിഖീങ്ങള് ലാഹിറാണ് എന്ന് പറഞ്ഞാല് ഫിത്തിന ഉറപ്പാണെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഫിത്തിന മുഹഖഖായതുകൊണ്ട് പോകല് എല്ലാ നിസ്കാരത്തിനും കറാഹത്താണ്, തഹരീമിന്റെ കറാഹത്താണ് എന്നാ. അത് എന്താണ് ലുബാബിലും നക്കൽ ചെയ്തു. ലുബാബിൽ പറഞ്ഞു വഫിൽ ജൗഹറത്തി വൽ ഫത്വൽ യൗമ അലൽ കറാഹത്തി ഫിസ് സ്വലവാത്തി കുല്ലിഹ ലിദുഹൂരിൽ ഫിസ്ഖി ഫി ഹാദസ് സമാൻ. ഹാദസ് സമാൻ എന്ന് പറഞ്ഞാൽ എന്നാ? ജൗഹറത്തുൻ നയ്യിറിന്റെ മുസന്നിഫ് ഹിജ്റ 800 വഫാത്തായതാന്നാ. അപ്പൊ 450 കൊല്ലം മുമ്പാണ് ഈ പറയുന്നത്. ഏകദേശം അല്ല, ഇത് 1400 അല്ലേ, 450 അല്ല, ഇത് 650 കൊല്ലം മുമ്പാണ് ഏകദേശം ഇത് പറയുന്നത്. അന്ന് തന്നെ എന്തായി? ഫിസ്ക് ലാഹിറാണ്. അപ്പൊ അതുകൊണ്ട് പെണ്ണുങ്ങളെല്ലാം പോലെ കറാഹത്ത തഹരീമാണ് എന്ന് ജൗഹറത്തുൻ നയ്യിറയിൽ പറഞ്ഞതിൽ ഉബാബിലും പറഞ്ഞു. അത് തന്നെ ശേഷമുള്ളവരെല്ലാം പറഞ്ഞു.
ദുറുൽ മുഖ്താറിൻ്റെ സാഹിബും ഇബ്നു ആബിദീൻ ഷാമിയും വഗൈറുഹുമ ഇവരെല്ലാം എന്താണ് നസാക്കിയാലൽ മൻഇ മുത്ലഖൻ വഅന്നഹുൽ മുഫ്താബിഹി, പെണ്ണങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളതാണ് മുഫ്താബിഹി, ഫത്വ കൊടുക്കപ്പെടേണ്ടത് എന്നും അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആ കാലം മുതൽ ഇങ്ങോട്ട് എന്താണ് ഹനഫി മദ്ഹബിൽ ഖിലാഫൊന്നുമില്ല, പെണ്ണൊരു നിസ്കാരത്തിനും പോകാൻ പാടില്ല എന്ന് തന്നെ. ഇനി വലാ യുസല്ലി ത്വാഹിറു ഖൽഫ മൻ ബിഹി സലസുൽ ബൗലി. ഇനി അതുപോലെ തുടരൽ സ്വഹീഹാകാത്ത ചിലതാ പറയുന്നത്. പിന്നെ വലാ യുസല്ലി, അപ്പോൾ എന്താണ് ഇമാമുൽ ആലം ആ പറഞ്ഞ വിശദീകരണവും സാഹിബാനി എല്ലാ നിസ്കാരത്തിനും പോകാം എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാ? ഈ പറഞ്ഞ രീതിയിലുള്ള ഫിത്ന ഇല്ലാത്തൊരു കാലമായിരുന്നു ആ ഇമാമിങ്ങളെ കാലം, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അതൊരു കാലം അങ്ങനെയാകാം, അല്ലെ ഒരു നാട്ടിൽ അങ്ങനെയാകാം. ചില നാട്ടിൽ എല്ലാവരും എന്താണ് നല്ല ദീനുള്ളവരും തഖ്വയുള്ളവരും സ്ത്രീകളെല്ലാം നല്ല അച്ചടക്കമുള്ളവരും ഒക്കെ ആകുമ്പോൾ ഫിത്ന കുറയുമല്ലോ, അല്ലേ? ഫിത്ന ഇല്ലാതിരിക്കുമല്ലോ. പിന്നെ ഇനി വലാ യുസല്ലി താഹിർ അതായത് ശുദ്ധിയുള്ള ആള് ഖൽഫ മൻ ബിഹി ഒരാളുടെ പിന്നിൽ നിസ്കരിക്കരുത്. എങ്ങനത്തെ ഒരാളാണ്? ബിഹി അയാളിലുണ്ട് സലസുൽ ബൗലി മൂത്രവാർച്ചുണ്ട്, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം അയാൾക്ക് എന്താണ് ഹക്കീക്കത്തൻ തഹാറത്തുണ്ടാവില്ല. അപ്പം അയാളെ പിന്നിൽ നിസ്കരിച്ചാൽ ശരിയാവില്ല എന്നർത്ഥം. വലാ യുസല്ലി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് തന്നെ. വല താഹിറാത്തു ഖൽഫൽ മുസ്തഹാലത്തി, മുസ്തഹാലത്തായ സ്ത്രീൻ്റെ പിന്നിൽ താഹിറത്തായ സ്ത്രീകൾ നിസ്കരിക്കരുത്, ഇസ്തിഹാലത്തില്ലാത്തവർ നിസ്കരിക്കരുത് എന്നാ. അത് നേരത്തെ പറഞ്ഞ കറാഹത്തിൻ്റെ മേലെടുത്തതാണ്. നമ്മൾ സ്ത്രീകൾ മാത്രം നിസ്കരിക്കൽ കറാഹത്ത് എന്ന് പറഞ്ഞല്ലോ. ഇനി അങ്ങനെ നിസ്കരിച്ചാൽ പെണ്ണ് ഇമാമത്ത് എവിടെ നിൽക്കേണ്ട, വസ്തില നിൽക്കേണ്ടതെന്ന് പറഞ്ഞു. എന്ന പോലെ അങ്ങനെ നിസ്കരിച്ചാൽ എന്താണ് മുസ്തഹാലത്തിൻ്റെ പിന്നിൽ നിസ്കരിച്ചാൽ സ്വഹിയാകുക തന്നെയില്ല എന്നാ. ഇനി പിന്നെ വലൽ ഖാരി ഖൽഫൽ ഉമ്മി, ഖാരി ഉമ്മിയിൻ്റെ പിന്നിൽ നിസ്കരിച്ചാലും ശരിയാവില്ല. ഉമ്മി എന്ന് പറഞ്ഞാൽ സഹീഹായ നിലയിൽ ഫാത്തിഹ ഓതാൻ അറിയാത്ത ആളെന്നാ. അപ്പോൾ സഹീഹായ നിലയിൽ ഫാത്തിഹ ഓതാൻ അറിയാത്ത ആൾ, കഴിയാത്ത ആൾ, അവരുടെ പിന്നിൽ ഖാരി നിസ്കരിച്ചാലും ശരിയാവില്ല. വലൽ മുക്തസി വസ്ത്രം ധരിച്ച ആള്, അയാൾ നിസ്കരിക്കലും ശരിയാവില്ല. ഖൽഫൽ ഉരിയാനി വസ്ത്രമില്ലാതെ നിസ്കരിക്കുന്ന ആള്. രണ്ടാളുണ്ട്, ഒരാളിന് വസ്ത്രമുണ്ട്, അയാളെ പുറത്ത് മറക്കാം, മറ്റേ ആളിന് വസ്ത്രമില്ല. അപ്പം അയാൾ നിസ്കരിക്കണമല്ലോ, പിന്നെ ഭക്തന് വാങ്ങിച്ച അയാൾ നിസ്കരിക്കണം. അപ്പം അയാളെ ഇമാമാക്കാൻ പറ്റൂല. ഇനി വയജൂസു ഉമ്മൽ മുത്തയമ്മിമു അൽ മുത്തവല്ലിഈന, ഇനി തയമ്മം ചെയ്ത ആളെ ഇമാമിക്കൽ ജായിസ. ആർക്ക്? അൽ മുത്തവല്ലിഈന, ഒതുവെടുത്തവർക്ക് ഇമാമിക്കൽ ജായിസാണ്. പിന്നെ അപ്പോൾ തയമ്മം ചെയ്തവർക്ക് എന്ത് ചെയ്യുക? ഒതുവെടുത്തവർക്ക് ഇമാമായി നിസ്കരിക്കാം എന്നാണ്. പിന്നെ എന്നപോലെ വൽ മാസിഹു അൽ ഖുഫൈനി, ഖുഫ തടകിയ ആളെ ഇമാമായി നിസ്കരിക്കാം. അൽ ഖാസിലീന, കാല് കഴുകിയവർക്ക് ഇമാമായി നിസ്കരിക്കാം, അതിനും കുഴപ്പമില്ല. വയുസല്ലി അൽ ഖായിമു, നിന്ന് നിസ്കരിക്കാം. ഖൽഫൽ ഖായിദി, ഇരുന്ന് നിസ്കരിക്കുന്ന ഇമാമിൻ്റെ പിന്നിൽ അയാളെ തുടർന്നുകൊണ്ട് നിന്ന് നിസ്കരിക്കാം. അപ്പം ഇമാമിന് നിൽക്കാൻ കഴിയൂല, അയാൾക്ക് ഇരിക്കൽ ജായിസായ ആളാണ്. അപ്പം അയാൾ ഇരുന്ന് നിസ്കരിക്കുന്നത്, പിന്നിലുള്ളവർക്ക് നിന്ന് നിസ്കരിക്കാം. വലാ യുസല്ലില്ലദി യർക്കഉ വയസ്ജുദു ഖൽഫൽ മൂമി, ഇനി പറ്റാത്ത ചിലതാ പറയുന്നത്. വലാ യുസല്ലി നിസ്കരിക്കരുത് അല്ലദി യർക്കഉ വയസ്ജുദു, റുക്കൂഉം സുജൂദും ചെയ്യുന്ന ആൾ, യഥാർത്ഥത്തിൽ റുക്കൂഉം സുജൂദും കൃത്യമായി ചെയ്യുന്ന ആളെ നിസ്കരിക്കരുത്. ഖൽഫൽ മൂമി, ഈമാ ആക്കുന്ന ആളുടെ പിന്നിൽ നിസ്കരിക്കരുത്. അയാൾ ആംഗ്യം കാണിച്ച് നിസ്കരിക്കുകയാണ്. അപ്പം അയാളെ പിന്നിൽ റുക്കൂഉം സുജൂദും ആംഗ്യം അല്ലാതെ കൃത്യമായിട്ട് യഥാർത്ഥത്തിൽ ചെയ്യുന്ന ആളെ നിസ്കരിക്കരുത്. വലാ യുസല്ലിൽ മുഫ്തരിദു ഖൽഫൽ മുത്തനഫിലി,
ഫറല് നിസ്കരിക്കുന്ന ആള് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുടെ പിന്നിലും നിസ്കരിക്കരുത് എന്നാ. വലാ യുസല്ലി അൽ മുഫ്തരിദു. ഫറല് നിസ്കരിക്കുന്ന ആള് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുടെ പിന്നിൽ നിസ്കരിക്കരുത്. തിരിച്ചാണെങ്കിൽ പറ്റും, അത് പറയുന്നുണ്ട്. സുന്നത്ത് നിസ്കരിക്കുന്ന ആളിനെ ഫറല് നിസ്കരിക്കുന്ന ആളുടെ പിന്നിൽ നിസ്കരിക്കാം. ഇത് ഫറല് നിസ്കരിക്കുന്ന ആള് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുടെ പിന്നിൽ നിസ്കരിക്കരുത് എന്നാണ്. അതിലൊക്കെ ഷാഫി മദ്ഹബ് പോയിട്ട് വ്യത്യാസമുള്ള മസല. ഇനി വലാമയുസല്ലി ഫറലൻ ഖൽഫമയുസല്ലി ഫറലൻ ആഖർ. ഒരു ഫറല് നിസ്കരിക്കുന്ന ആള് തുടരരുത്, നിസ്കരിക്കരുത്. ഖൽഫമയുസല്ലി ഫറലൻ ആഖർ, മറ്റൊരു ഫറല് നിസ്കരിക്കുന്ന ആളുടെ പിന്നിൽ നിസ്കരിക്കരുത്. അപ്പോൾ ലോറ് നിസ്കരിക്കുന്ന ആളെ അസർ നിസ്കരിക്കുന്ന ആളിനെ തുടർന്ന് നിസ്കരിക്കരുത് എന്നർത്ഥം. എന്നാലേ വയുസല്ലിൽ മുത്തനഫിലു, സുന്നത്ത് നിസ്കരിക്കുന്ന ആൾ തുടർന്ന് നിസ്കരിക്കാം. ഖൽഫൽ മുഫ്തരിലി, ഫറല് നിസ്കരിക്കുന്ന ആളുടെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കാം. അപ്പോൾ ഫറല് നിസ്കരിക്കുന്ന ആളിനെ തുടർന്നിട്ട് സുന്നത്ത് നിസ്കരിക്കുന്ന ആളിനെ നിസ്കരിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വമനിഖ്തദാബി ഇമാമിൻ, ഒരാൾ ഒരു ഇമാമിനെ തുറന്ന് നിസ്കരിച്ചു. സുമ്മ അലിമ, നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇയാൾ അറിഞ്ഞു, ആര് തുറന്ന് നിസ്കരിക്കുന്ന ആൾ അറിഞ്ഞു, അന്നഹു ആ ഇമാമാകുന്നത് അലാ ഗൈരി തഹാറത്തിൻ, അയാൾക്ക് തഹാറത്തുണ്ടായിരുന്നില്ല എന്ന് അറിഞ്ഞാൽ, അയാൾക്ക് തഹാറത്ത് എന്താണ്, വലുതോ ചെറിയതോ ആയ ശുദ്ധി ഉണ്ടായിരുന്നു, ശുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് നിസ്കാരം കഴിഞ്ഞറിഞ്ഞാൽ ആദസ്സലാത്ത, നിസ്കാരം മടക്കണം, അത് നിർബന്ധമാണ് എന്നാ. പിന്നെ അപ്പം അത് ചിലപ്പോ മദ്ഹബ് മാറുന്ന രൂപമാണെന്നുണ്ടെങ്കിലോ, അപ്പം രണ്ടാളുടെയും, ഈ മഅ്മൂമിൻ്റെയും ഇമാമിൻ്റെയും വിശ്വാസം അനുസരിച്ച് അയാൾക്ക് തഹാറത്ത് ഉണ്ടായിരുന്നില്ലെങ്കിലും അടക്കൽ നിർബന്ധമാണ്, അത് ഖിലാഫില്ല. എന്നാൽ ഇമാമിൻ്റെ സാമനുസരിച്ച് സഹീഹായിരുന്നു, മുക്തദീൻ്റെ എന്താണ് സാമനുസരിച്ച്, മുക്തദീൻ്റെ മദ്ഹബ് അനുസരിച്ച് ആ ഇമാമിന് തഹാറത്തില്ല, ആ ഇമാമിൻ്റെ മദ്ഹബ് അനുസരിച്ച് തഹാറത്തുണ്ട്, എന്നാലും മടക്കി നിസ്കരിക്കണം എന്നാണ്. പിന്നെ എന്നാൽ അതിൽ ഖിലാഫുണ്ട്. ഇനി ഇമാമിൻ്റെ മദ്ഹബ് അനുസരിച്ച് ഫാസിദായിരുന്നു, മഅ്മൂമിൻ്റെ മദ്ഹബ് അനുസരിച്ച് എന്താണ് ഫാസിദ് അല്ലെങ്കിലോ, എന്നാലും സഹിയാണ്, മടക്കേണ്ടതില്ല എന്നുമാണ്. പിന്നെ അങ്ങനെ അവിടെ വിശദീകരണം ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ബാബല്ലേ, പിന്നെ നിസ്കാരത്തിൻ്റെ മക്രൂഹാത്തുകളാണ് പറയുന്ന മക്രൂഹാത്തുസ്സലാത്ത്. ജമാഅത്തിന്റെ ബാബ് കഴിഞ്ഞ്.